കാണാൻ വേണ്ടി വന്ന ചെറുപ്പക്കാരൻ കയറിയിട്ട് ഉമർ റളിയല്ലാഹുവിനോട് പറഞ്ഞു, നിങ്ങൾ എന്തിനു വിഷമിക്കണം? ഒന്നുകൊണ്ടും നിങ്ങൾ വിഷമിക്കേണ്ടതില്ല. എന്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് തങ്ങളോടൊപ്പം നിങ്ങൾ ജീവിച്ചു, തങ്ങൾ വഫാത്തായി പോയി. വഹുവ അൻകറാൽ, നിങ്ങളെ പൊരുത്തപ്പെട്ടിട്ടല്ലേ അള്ളാഹുവിന്റെ റസൂല് വഫാത്തായത്. ശേഷം 2 വർഷവും ചില്ലറ മാസവും അബൂബക്കർ റളിയല്ലാഹു അൻഹു ഭരിച്ചു. അപ്പോഴും നിങ്ങളെ കൂടെ എല്ലാ കാര്യങ്ങൾക്കും കൂടിക്കൊടുത്തിട്ടുണ്ട്. മഹാൻ വഫാത്തായപ്പോഴും വഹുവ അൻകറാൽ, നിങ്ങളെ പൊരുത്തപ്പെട്ട രീതിയിലല്ലേ വഫാത്തായി പോയത്. നിങ്ങൾ എന്തിനു പേടിക്കണം? ഒരുപാട് വികസനങ്ങളും പുരോഗതികളും മുമ്പ് കാലത്ത് നടപ്പിലാക്കാൻ കഴിയാത്തത് പലതും നടപ്പിലാക്കാൻ അള്ളാഹു നിങ്ങൾക്ക് ഭാഗ്യം നൽകിയില്ലേ? ഇങ്ങനെ ഒരുപാട് മുഖസ്തുതികളൊക്കെ പറഞ്ഞ് ആ ചെറുപ്പക്കാരൻ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങാൻ നേരത്ത് കട്ടിലിൽ കിടക്കുന്ന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒന്ന് തലപൊക്കി. സ്വഹാബത്ത് പറയുന്നു, മഹാനവറുകളുടെ തഖ്വ, ഈമാനിക സ്പിരിറ്റ് വല്ലാത്തൊരു സ്പിരിറ്റാണ്. ഈ പോകുന്ന ചെറുപ്പക്കാരനെ വീണ്ടും മടക്കി വിളിച്ചിട്ട് പറഞ്ഞു, യാ ഗുലാം ഇർഫഅ സൗബക യാ ഗുലാം, ഓ ചെറുപ്പക്കാരാ, നിന്റെ തുണിയൊന്ന് കയറ്റിയെടുക്കൂ. എന്നെ മദ്ഹ് പറഞ്ഞതല്ലേ, പുകഴ്ത്തി പറഞ്ഞതല്ലേ, ഒന്നുമല്ല. അവരെ മനസ്സിലുള്ള തഖ്വ കണ്ടോ നിങ്ങൾ?